തൊണ്ണൂറ്റഞ്ചാമത്തെ സൗദി നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് റിയാദി വന്നിരിക്കുകയാണ്. ആ ഫ്ലാഗ് ഞങ്ങൾക്കൊരു തണലായി മാറിയൊക്കെയാണ് ഗേൾസ്. ഇത് ആൾക്കാർ ഇതൊന്നും നോക്കുന്നില്ല അല്ലേ, നമ്മുടെ സ്വന്തം സൗദി അറേബ്യ, നമ്മളെ വളർത്തി വലുതാക്കിയ സൗദി അറേബ്യ, നമ്മളെ അന്നം തരുന്ന രാജ്യം. സൗദി അറേബ്യയുടെ 95ാമത്തെ നാഷണൽ ഡേ സെലിബ്രേഷൻ ആണ് ഗേൾസ്. അടുത്ത എന്തെങ്കിലും സ്ഥലങ്ങൾ വരെ ഉണ്ടോ നോക്കുകയാണ്. നോക്കിക്ക് എന്തോരം ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരാണ് എല്ലാവരും ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമുക്ക് എൻട്രൻസിൽ കാണാം സൗദി നാഷണൽ ഡേ 95. ഇതാണ് ഡ്രോൺ കേട്ടോ. 100 വർഷം പഴക്കമുള്ള തോക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര തിരക്കാണ്, നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ 95ാമത്തെ സൗദി നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് റിയാദി വന്നിരിക്കുകയാണ്. അജ്ലാൻ പാർക്ക് നമ്മളെല്ലാ വർഷവും ഇവിടെയാണ് വരുന്നത് അല്ലേ? അതെ അതെ, എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്നിട്ടാണ് എയർ ഷോ കാണാറുള്ളത്. ഇത്തവണ അവർ പറഞ്ഞേക്കുന്ന സ്ഥലത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് ഹുമാനിറ്റീസ്. അങ്ങനെയാണ് ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ആൾക്കാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത്. പക്ഷേ ഈ ഒരു സ്ഥലത്തല്ല ആ എയർ ഷോ ഉള്ളത്. കാണാൻ പറ്റുന്നുണ്ട് എന്തോരം ആൾക്കാരാണ് ഈ ഒരു എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് അല്ലേ? എന്ത് ചൂടാന്നറിയോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടുമൊക്കെ സഹിച്ചാണ് ആൾക്കാർ ഈ ഒരു എയർ ഷോ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. എയർ ഷോ മാത്രമല്ല, ഇന്ന് ഫയർ വർക്ക്സും പരേഡും അങ്ങനെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ലൊക്കേഷനിലാണ് ഓരോ പ്രോഗ്രാം. ഇന്ന് ബൊലിവാർഡ് സിറ്റിയിൽ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറയുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ബൊലിവാർഡ് സിറ്റി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫയർ വർക്ക്സ് കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പോകുന്നില്ല അല്ലേ. പിന്നെ വേറെ എന്തോ ലൊക്കേഷനൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇറങ്ങിയല്ലേ, എവിടെയിലേക്ക് ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകാമെന്നൊക്കെ കരുതുന്നു. നോക്കിക്കേ എന്തോരം ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത്, നമുക്ക് കാണാം. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുവാണ്, അത്രയ്ക്ക് ചൂടാണ്. ഈ ഒരു ലൊക്കേഷൻ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഒരു വിജനമായ ഒരു സ്ഥലമാണ് അല്ലേ? പാർക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങ് ഒരു വിജനമായ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് അവർ ആ ഒരു എയർ ഷോ ചെയ്തേക്കുന്നത്. എന്തായാലും പക്ഷെ 1-2 കുറച്ച് ഇത് പോയില്ലേ, ഹെലികോപ്റ്റർ കുറച്ച് പോയി. പക്ഷേ ഫ്ലൈറ്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് ആൾക്കാരൊക്കെ കണ്ടോ, ഫ്ലാഗ് ഒക്കെ ആയിട്ട് വണ്ടിയുടെ മുകളിലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. അവരുടെ നാഷണൽ ഡേ അവർ എൻജോയ് ചെയ്യണം. കണ്ടോ കുട്ടികളൊക്കെ നോക്കിക്ക്, നമ്മൾ നിന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കിക്ക് ഫ്ലാഗ് വെച്ചേക്കുന്നുണ്ടോ? ഇതുണ്ട്, എല്ലാവരും ഫ്ലാഗൊക്കെ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുക. കുട്ടികളൊക്കെ നോക്കി സൺറൂഫിന് മുകളിൽ ഇരിക്കുകയാണ്. ആ ഒരു ഫ്ലാഗ് കണ്ടോ പറക്കുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സൗദി ഫ്ലാഗ് പറക്കുന്നത്. ഭയങ്കര ചൂടാണ് ഗൈസ്. ആ ഫ്ലാഗ് ഞങ്ങൾക്കൊരു തണലായി മാറിയൊക്കെയാണ് ഗൈസ്. അതാണ് സൗദിക്ക് നമ്മളോടുള്ള സ്നേഹം. ഫ്ലാഗ് ഞങ്ങളുടെ ചൂടുകളാണ് ഗൈസ്, ഇത്തിരി ചൂട്. പക്ഷെ ആൾക്കാർ ഇതൊന്നും നോക്കുന്നില്ല. അവർ അവരുടെ ഇന്നത്തെ നാഷണൽ ഡേ വർഷത്തിൽ ഒരു തവണ വരുന്ന ഒരു സെലിബ്രേഷനാണ് അവരുടെ. അപ്പം എല്ലാ സെപ്റ്റംബർ 23-നുമാണ് അവർ സൗദി നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഇതല്ലേ നമ്മളും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്വന്തം സൗദി അറേബ്യ, നമ്മളെ നമ്മളെ വളർത്തി വലുതാക്കിയ സൗദി അറേബ്യ, നമ്മളെ അന്നം തരുന്ന രാജ്യം അല്ലേ? പറയ്, നമ്മളെ അന്നം തരുന്ന രാജ്യമാണ്. അപ്പം നമ്മളെന്തായാലും നമ്മൾ വരും, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കും. അപ്പം നോക്ക് നമ്മുടെ പുറകിൽ ഫ്ലാഗ് ഒക്കെ കണ്ടോ. അങ്ങനെ നമ്മുടെ സൗദി അറേബ്യയുടെ 95ാമത്തെ നാഷണൽ ഡേ സെലിബ്രേഷൻ ആണ് ഗൈസ്. പറ്റുമെങ്കിൽ നമ്മൾ ഫയർ വർക്ക്സും പരേഡും ഒക്കെ ഉണ്ട്. ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ, എന്നാലും എല്ലാ വർഷവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇത്തവണയും കാണാൻ പറ്റുമെങ്കിൽ നോക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇതുവഴിയൊക്കെ നടക്കും, അത്രേ ഉള്ളൂ.
ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ 95ാമത്തെ സൗദി നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാദിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ എയർ ഷോയും അതുപോലെ തന്നെ ഫയർ വർക്ക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ എയർ ഷോ നടന്ന ലൊക്കേഷൻ നമ്മൾ വേറൊരു സ്ഥലത്തിട്ടാണ് വന്നത്. അജ്ലാൻ പാർക്കിലാണ് വന്നത്. എല്ലാ വർഷവും ഇവിടെയാണ് സാധാരണ എയർ ഷോയുടെ ലൊക്കേഷൻ എപ്പോഴും വെക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. പക്ഷേ ഇവിടെ അല്ലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു. എന്തായാലും സാരമില്ല, നമ്മളിനി ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൈകിട്ട് ഇവിടെ 9 മണിയാകുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ നമ്മൾ അത് പോയി കാണുന്നതായിരിക്കും. അപ്പം റിയാദിൽ തന്നെ കുറേ പ്രോഗ്രാമുകളുണ്ട്. ഈ സൗദി നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന തീം എന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ആ ഒരു തീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യം, മഹത്വം, അതിഥി സൽക്കാരം, അവരുടെ ഐക്യം ഒക്കെയാണ് ഈ ഒരു മെയിനായിട്ട് അവരുടെ ആ തീമിന് അവർ ഉദ്ദേശിക്കുന്നത്. ഈ സൗദി നാഷണൽ ഡേ എല്ലാ വർഷവും സെപ്റ്റംബർ 23-നാണ് ആഘോഷിക്കുന്നത്. അത് മെയിനായിട്ട് കിങ് അബ്ദുല്ലാസിസ് രാജാവ് സൗദിയിലെ 13 പ്രവിശ്യകളുണ്ട്, അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ രൂപീകരിച്ച ഒരു ദിവസമാണ് സെപ്റ്റംബർ 23. അതുകൊണ്ട് എല്ലാ വർഷവും അവർ സെപ്റ്റംബർ 23-ന് സൗദി നാഷണൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ ദിവസം നല്ല രീതിയിലുള്ള സെലിബ്രേഷനുകളും ഫയർ വർക്ക്സും അതേപോലെ എയർ ഷോയും എന്തെങ്കിലും ട്രഡീഷണൽ മ്യൂസിക്, ഡാൻസ് പെർഫോമൻസ്, അവരുടെ കുറേ പ്രോഗ്രാംസും അതുപോലെ കുറച്ച് ഭയങ്കര സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ വെച്ചിട്ടാണ് ഇവർ സൗദി നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അല്ലേ, നമുക്ക് അന്നം തന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ നമ്മളും ഇവിടെ വന്ന് എല്ലാ വർഷവും ഇതുപോലെ വന്ന് കാണാറുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും എയർ ഷോ കാണാൻ പറ്റിയില്ല. എല്ലാ വർഷവും നല്ല രീതിയിൽ എയർ ഷോ ആണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ഷോ നമ്മൾ നേരത്തെ എടുത്തിരുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഈ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. എന്തായാലും ആൾക്കാർ ഇത്രയും ചൂടത്തും വന്നിട്ട് ആ ഒരു സെലിബ്രേഷന് പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര കാര്യമാണ്. എല്ലാവരും ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും വണ്ടിയുടെ പുറകിൽ ആ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. പച്ച കളറായിരിക്കും, ആ ഒരു പച്ച കളറിലെ ലൈറ്റൊക്കെ കൊടുത്ത് ഫുൾ അടിപൊളിയായിട്ടാണ് അവർ ആ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരുടെ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും എൻജോയ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളിവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നിവിടെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മളെല്ലാ വർഷം കാണുന്നതല്ലേ അല്ലേ. ഇപ്പോൾ ഈ പ്രാവശ്യം കണ്ടില്ല എന്നൊന്നും കുഴപ്പമൊന്നുമില്ല. 1-2 ഒക്കെ കണ്ടു പോകുന്നത്, പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. സാരമില്ല, അപ്പോൾ അടുത്ത വർഷം നമുക്ക് കാണാം. ഗൈസ്, ഞങ്ങൾക്ക് എയർ ഷോ ഉണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളിവിടെ പോസ്റ്റ് ആയിപ്പോയി ഗൈസ്. ഇവിടെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് പച്ച കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഇന്ന് എയർ ഷോ ഇല്ലെന്ന്. എന്ത് കഷ്ടമാണിത്, എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് ഗൈസ്. ഇതിവിടെ ഒരു എയർ ഷോയും ഇല്ലായിരുന്നു. ഉണ്ടോന്ന് അറിയത്തില്ല, ഇനി നമ്മൾ വന്ന ലൊക്കേഷൻ മാറിപ്പോയതാണോന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ഇതേ ഫ്ലാഗിൽ പിടിച്ച് വലിച്ച് ഫോട്ടോ എടുക്കുകയാണ്. കാര്യം അറ്റ്ലീസ്റ്റ് ആ ഫ്ലാഗിൻ്റെ ഫോട്ടോ എങ്കിലും കിട്ടട്ടെ. ഇതെന്താണെന്ന് അറിയത്തില്ല, ഇനി നമ്മുടെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. ഇന്നെന്തായാലും ഇവിടെ എയർ ഷോ ഇല്ലായിരുന്നു, ഇങ്ങോട്ട് കിട്ടിയില്ല. ഇനിയിപ്പം നമ്മൾ ആ ലൊക്കേഷന് പറഞ്ഞ സ്ഥലത്തായിരിക്കും വരേണ്ടതാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഒന്നും ഇവിടെ അതിന്റെ റൂട്ട് വല്ല മാറ്റിയതാണോ എന്ന് അറിയില്ല. ഇങ്ങനെ പോയിരുന്നേ കിട്ടിയില്ല. ഇങ്ങനെ കറങ്ങി ഇവിടെ നടക്കുമ്പോ ഈ ക്രോസ് ആകുമല്ലോ, നമുക്ക് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എങ്കിലും എടുത്ത് സന്തോഷം കണ്ടെത്തിക്കും. അപ്പോൾ ബൈ ബൈ. അപ്പം ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ പോവുകയാണ്. ഇവിടെ പരേഡുണ്ട്, ഫയർ വർക്ക്സ് ഉണ്ട്. അത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഫ്ലാഗ് കിട്ടിയിരിക്കുകയാണ്.
സ്ഥലങ്ങൾ വരെ ഉണ്ടോ നോക്കുകയാണ്. ആൾക്കാരെല്ലാം നോക്കി ഇന്ന് ഇവിടെ വന്നവരെല്ലാം ശശിയായിപ്പോയി കഴിച്ചു. പക്ഷെ അവര് ഫയർ വർക്ക്സ് അല്ല ഇവിടെ എയർ ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും അവരെല്ലാവരും ഇവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യണം. കുട്ടികളൊക്കെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുക, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഫ്ലാഗ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. അവരെല്ലാവരും ആ കിട്ടിയ സമയം മുതലാക്കുക അല്ലേ. ആർക്കും വിഷമമൊന്നുമില്ല. ഇപ്പൊ ചൂട് കുറവുണ്ട്. ഞങ്ങളാണെങ്കിൽ കുറെ നേരമായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ചൂട് കൂടിയിട്ട്. എന്തായാലും ഇതാണ് നമ്മുടെ സൗദി നാഷണൽ. നമ്മളൊന്ന് ലൊക്കേഷൻ മാറിപ്പോയതാന്ന് തോന്നുന്നു. ഒരു ഫ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ആകെ തുടക്കം 3-4 ഹെലികോപ്റ്ററുകൾ കാണാൻ പറ്റില്ല. ജെറ്റ് ദൂരേന്ന് പോകുന്നതാണ്. നമ്മൾ ഇന്നാളെ ഫസ്റ്റ് ടൈം വന്ന അവിടെ ഒരു പ്രാവശ്യം എടുത്തില്ലേ, അത്രയ്ക്കും ഒരു നല്ല ഒരെണ്ണം പിന്നെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് അടിപൊളിയാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെടുത്ത വീഡിയോസ് ആണത്. അത് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ ഷോർട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കാം. അതാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞുള്ള എയർ ഷോ. ഇവിടെ ഇത് ബൻ റിയാദിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാം. ബൻ റിയാദ്. ഇവിടെ അത്യാവശ്യം പരേഡും കുറച്ച് പ്രോഗ്രാമും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. കുറേ ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. ഒരു വിജനമായ ഒരു സ്ഥലം, മരുഭൂമിയാണ്. നോക്കിക്ക് എന്തോരം ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുറച്ച് പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ എന്തോ ട്രഡീഷണൽ ഡാൻസോ മ്യൂസിക്കോ എന്തോ ആണ്. എന്തൊരു ആൾക്കാരാണ് നോക്കിക്കല്ലേ. ഭയങ്കര ആൾക്കാരാണ്. എല്ലാവരും ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവിടെ എന്തോ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇന്ന് നാഷണൽ ഡേ പ്രമാണിച്ച് ഇപ്പം നമ്മൾ കണ്ട അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് അല്ല, അവരുടെ എന്തോ ഒരു ട്രഡീഷണൽ പ്രോഗ്രാമാണ്. അപ്പം നമ്മളിങ്ങനെ ഇവിടെയെല്ലാം നടക്കുകയാണ്. നമ്മളിതാ റിയാദിലെ ബൻമൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഈസ് അൽവത്താൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണിത്. നമുക്കും അറിയത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നമ്മളെന്തായാലും ഇത് കാണാൻ വേണ്ടി പോവാണ്. നോക്കിയാൽ ദൂരെ നോക്കി എന്തോ സംഭവമൊക്കെ ഇല്ലേ. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. 8 മണി മുതൽ 8:50 വരെ പരേഡ് ഉണ്ട്. അതെ, ഇവിടെ പരേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫയർ വർക്ക്സും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ടിക്കറ്റ് നമ്മൾ ചുമ്മാ എടുത്ത് വെച്ചിരുന്നല്ലേ. എവിടെ നോക്കിയത്, എങ്ങനെ എടുത്തേ? അത് വെബ് ബുക്ക് വഴിയാ, ഫ്രീയാ. അത് ശരി. പക്ഷെ നമ്മളത് ചുമ്മാ എടുത്ത് വെച്ചിരുന്നു. അത് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോവാൻ വേണ്ടിട്ട് എടുത്ത്. 10 ലക്ഷം വരെ കൊള്ളുന്ന സ്ഥലമല്ലേ. വണ്ടി തറയിലൊക്കെ നല്ല സെറ്റപ്പായിട്ടേ അവര് ഫുൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട്. ഒരു ചെറിയൊരു മലമുകളിൽ കയറുന്ന ഫീലിംഗ് ആണ്. രസമുണ്ട്. നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചൂടിപ്പോ കുറഞ്ഞു. നമ്മൾ വന്നപ്പോ എന്താ ചൂടായിരുന്നു. വണ്ടിക്ക് എത്തിയിരിക്കുകയായിരുന്നു. അതെ, നടന്നു അടുത്ത്. ഭയങ്കര കാറ്റാണ്. കുറേ ആയി നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് ഇറങ്ങാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് എൻട്രൻസിൽ കാണാം സൗദി നാഷണൽ ഡേ 95 ഈസ് അൽവത്താൻ. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. മ്യൂസിക്കൊക്കെ ഇട്ടേക്കാണ്. പിന്നെ തിരക്കാണത് ഇതിനകത്ത്. ഇപ്പോഴാണ് നാഷണൽ ഡേയുടെ വൈബ് കിട്ടിയത്. ശരിയാ, പച്ച കളറൊക്കെ ആയിട്ടുണ്ട്. അതായത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അവര് തീം പറഞ്ഞായിരുന്നു. അവരുടെ തീമാണ് കാണിച്ചേക്കുന്നത്. അതിഥീനെ സ്വീകരിക്കുന്നത്. അതെ, അവരുടെ ആ ഒരു തീമാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അകത്തേക്ക് കയറിയേക്കാണ്. എന്ത് തിരക്കാന്ന് നോക്കി. എന്തോ
എന്തോരം ആൾക്കാരെന്ന് അറിയാം. എല്ലാവരും എന്താ ഓരോ ഫുഡൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ഫ്രൈസും അതും ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ തിരക്ക് കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി മേടിക്കാം. എന്നൊക്കെ എല്ലാവരും ഫ്ലാഗൊക്കെ ആയിട്ട് നടക്കണം. ഇങ്ങനെ കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചും അവരുടെ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെയും കുറേ സംഭവമൊക്കെ ഉണ്ട്. എന്തോ ഫുഡ് ഐറ്റംസ് ആണ്, സമൂസ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും ഫുഡ് മേടിച്ചിട്ട്. ഇവിടെ ടീ, പെപ്സി ഒക്കെയാണ്. ഫുള്ള് വൈബാണ്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനും ഇതൊക്കെ കുറേ പ്രോഗ്രാം. ഇത് ഫ്ലാഗൊക്കെ ഉണ്ടല്ലോ. എന്ത് സംഭവം? ഫാൽക്കനെ കൈവച്ചിട്ട് കയ്യിലല്ലേ ഫാൽക്കനെ കൈവച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെന്തോ പെയിന്റിങ്സാ. تكفى يوم لا تخلي الدنيا تلهيك عني لا تخذلني ابشري ابشري يا يوم ഇതാണ് ഡ്രോൺ കേട്ടോ. നമ്മളിങ്ങനെ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് മനസ്സിലായത് ഡ്രോണാണോ. അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇതേ ഫ്രണ്ടിലിരിക്കുന്നത് പറ്റുന്ന മിലിറ്ററിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആദ്യം ഇപ്പം കണ്ടത് ഡ്രോണായിരുന്നു കേട്ടോ. പഴക്കമുള്ള തോക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. തോക്കുകളൊക്കെ കണ്ടോ? 100 വർഷം പഴക്കമുള്ള തോക്കുകളാണ്. ബുള്ളറ്റ് മേളിൽ കൂടി ഇടുന്നത്. ബുള്ളറ്റ് ഇതുവഴി ഇടുന്നത്. ഇതുവഴി ബുള്ളറ്റ് ഇടും. ഇതാണ് അവര് ഊതുന്ന സംഭവം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഊന്ന് പറഞ്ഞിട്ട് ഇവിടെ ഊതും. നോക്കിക്കേ എന്തൊക്കെ സാധനങ്ങളല്ലേ. പണ്ടത്തെ ഫോണ് വിളിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതെല്ലാം. ഇത് ഡോഗിന് വേണ്ടിയിട്ടുള്ള സംഭവം. ഭയങ്കര സ്റ്റേഡിയത്തിനകത്തേക്ക് നമ്മൾ പോവാണ്. ഭയങ്കര തിരക്കാണ്. ഇത് മാത്രം ഈ ആൾക്കാരൊക്കെ എവിടുന്ന് വരുന്നത്? അപ്പൊ അത്ര ആൾക്കാർ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് തുറന്നത് നമ്മളൊരു സ്റ്റേഡിയത്തിലേക്ക് കയറുകയാണ്. ഭയങ്കരമായിട്ട് ഇവിടെ നമുക്ക് മിലിറ്ററിയുടെ പരേഡ് കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് കുറേ മിലിറ്ററി ആൾക്കാർ യൂസ് ചെയ്തിരുന്ന 100 വർഷം പഴക്കമുള്ള തോക്കുകളും അങ്ങനെ കുറേ സാധനങ്ങൾ കാണിച്ചു. അതെ, മിലിറ്ററിക്കാരുടെ സാധനങ്ങളൊക്കെയാണ് ഫുള്ള് നമുക്ക് വന്നപ്പോൾ കാണാൻ പറ്റി. എന്താ ഇതല്ലേ ജൂലിയായിട്ടുണ്ട്. സീറ്റൊക്കെ കിട്ടി ഇരിക്കുകയാണ്. പുറകിലൊക്കെ നല്ല തിരക്കുണ്ട്. ആ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നോക്കി അവിടെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ട്. ഇതല്ലേ എന്നാ സ്റ്റേഡിയം നോക്കി, അടിപൊളിയായിട്ടുണ്ടല്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ സൗദി നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള മിലിറ്ററിയുടെ ആ ഒരു പരേഡ് കാണാൻ പോകുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് ഇന്ത്യ പാകിസ്ഥാനി ബോർഡറിൽ നമ്മൾ പോയ സമയത്ത് അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടു. നമ്മളിതുപോലെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് അവരുടെ ആ പരേഡ് കണ്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ ഒരു പരേഡാണ് ഇവിടെ നമുക്ക് കാണാൻ പോകാൻ പോകുന്നത്. എന്തോരം ആൾക്കാരാണെന്നറിയോ, ഇത്രയും ആൾക്കാർ ഈ ടിക്കറ്റൊക്കെ എടുത്തിവിടെ വന്നേക്കാണ്. ആ സ്റ്റേജ് നോക്കിക്കേ, എന്താ അടിപൊളിയാന്ന് നോക്കിക്കേ. റിയാദിലെ അൽ തുരൈഫ് അല്ലേ, അൽ തുരൈഫ് എന്ന സ്ഥലത്തിൻ്റെ പേര് ഹോഴ്സ് ഫെസ്റ്റിവൽ കാണാൻ വന്നിരുന്നു.
ആ ഒരു സ്ഥലവും ഇതുപോലെയായിരുന്നു. പക്ഷേ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവലായിരുന്നു. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ഫ്രണ്ടിൽ VIP വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെ ഒരു സംഭവം അവർക്ക് പ്രത്യേക പരിഗണന. പിന്നെ അന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം അറേബ്യൻ ഹോഴ്സുകളായിരുന്നു. ആ ഒരു ഹോഴ്സ് അതിന്റെ ഇതൊക്കെ കാര്യങ്ങളും വളർത്തുന്നത് അതിന്റെ മെയിനായിട്ട് കാണിച്ചാൽ അവരുടെ ഡാൻസ് ആയിരുന്നു. അതിന്റെ ദേഹത്ത് കുറെ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഡാൻസ് ആയിരുന്നു. ആക്ഷൻസ് ഉണ്ടായിരുന്നു. അതെ, സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നാൻ നമുക്ക് ഈ സൗദിയിലെ ഈ ഒരു പരേഡാണ്. നാളൊന്നും പോകാം. അത് കണ്ടായിരുന്നു. അതൊരു പരേഡ് കണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വെറൈറ്റി ഇങ്ങനെ ഇരുന്ന് കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് V-Bookൽ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും ഒരുപാട് എല്ലാം എടുക്കുന്നതിനകത്താണ്. അതെ, എല്ലാ സാധനങ്ങളും എടുക്കുന്നില്ല. നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണേന്നുണ്ട്. ടിക്കറ്റ് നമ്മളെടുത്ത പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെയാണ്. ഇതെല്ലാം ഫ്രീ ആയിരുന്നു എല്ലാം. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷൻ എടുത്തു. പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ നേരെ V-Book എടുത്ത് നോക്കുക. അതിനകത്ത് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എയർ ഷോ നഷ്ടമായി, പക്ഷേ ഇനി ഇവിടെ തന്നെയായിരുന്നു എയർ ഷോ നടന്നത്. ഇപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ പരേഡും എല്ലാം ഇവിടെ ഒരുമിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ MDL ബീസ്റ്റ് സൗണ്ട് സ്റ്റോം ഇത് നമ്മൾ പല സ്ഥലത്ത് കണ്ടായിരുന്നു. MDL ബീസ്റ്റിൽ ഫയർ വർക്ക്സ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ കരുതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫയർ വർക്ക്സ് മിക്സ് ആവുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ തന്നെയാണ് നല്ലതെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ അടിപൊളി ഫയർ വർക്ക്സും പരേഡും അതുപോലെ സൗദി പോലീസിൻ്റെ കാർ സ്റ്റണ്ടൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ്. എല്ലാവരും മറക്കാതെ ആ വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.